പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ കിണറ്, ആ കിണറ് മാലിന്യം വന്ന് ജലം അശുദ്ധമാകുന്ന പ്രശ്നം അത് നമ്മളെ ശ്രദ്ധയിൽ പെടുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഇവിടെ വന്നത്. നമുക്കറിയാം, റോഡിന്റെ വർക്കിന്റെ ഭാഗമായി ഡ്രെയിനേജുകൾ പൊളിച്ച് ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഡ്രെയിനേജ് പൊളിച്ച സ്ഥലങ്ങളിൽ നിന്ന് അതിൽ വന്ന ഈ മലിനജലമാണോ ഈ കിണറിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പരിശോധിക്കുന്നത്. അതാണ് എന്നുള്ള സംശയമാണ് പലരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നഗരസഭയുടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം KRFയും ജോയിന്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് എവിടെ നിന്നാണ് ഈ മലിനജലം ഒഴുക്കി വിടുന്നത് എന്ന് പരിശോധിക്കുകയും അതിന് നഗരസഭ നടപടി എടുക്കുന്നത് മാത്രമല്ല ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രെയിനേജ് നവീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റോഡിന്റെ വർക്ക് കമാനം മുതൽ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ 2 പ്രളയം കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് 1.5 മീറ്ററൊക്കെ ആഴത്തില് റോഡ് പൊളിക്കുന്ന സമയത്ത് അതിന്റെ താഴെയുള്ള മണ്ണ് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കാരണം വർക്ക് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ടാർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ഒന്നും കൂടെ സെറ്റിൽ ആയിട്ട് താഴേക്ക് ഇരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ടാർ ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ആ ഭാഗത്തൊക്കെ തന്നെ മണ്ണ് എടുത്ത് മാറ്റുന്ന സമയത്ത് കൂടുതൽ കുഴഞ്ഞ മണ്ണാവുകയും കൂടുതൽ ആഴത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ ഭാഗത്ത് ഒന്ന് കൃത്യമായി സെറ്റിലായി അത് കറക്റ്റ് ആയതിനു ശേഷം അവിടെ ടാർ ചെയ്യും. ആ ടാർ ചെയ്ത് കഴിഞ്ഞ DBM ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഭാഗത്തെ ടൗൺ നവീകരണമാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ അതുവരെ കാത്തിരിക്കാതെ തന്നെ ഈ ഭാഗത്തുള്ള ഡ്രെയിനേജിന്റെ പ്രവർത്തനം ഇപ്പൊ നടത്താൻ പോവുകയാണ്. ഡ്രെയിനേജ് കഴിയുമ്പോഴേക്കും അപ്പുറത്തെ റോഡ് ടാർ ചെയ്തും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മേലെ പട്ടാമ്പി ടൗണിന്റെ നവീകരണമാണ്. അപ്പൊ ആ നവീകരണത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വർക്കുകൾ കൂടി ഇനി ബാക്കിയുണ്ട്, അതും കൂടി ചെയ്യും. എന്തായിരുന്നാലും ഇപ്പോ അടിയന്തരമായിട്ട് ഈ വെള്ളം എവിടുന്നാണ് വരുന്നതെന്നും ഈ കിണർ എന്തുകൊണ്ടാണ് ഇതിലേക്ക് മാലിന്യം വരുന്നത് എന്നുള്ളത് പരിശോധിക്കുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും എന്നുള്ളതാണ്. വിവാഹം വരുന്നു, സ്റ്റൈൽ തീരുമാനിച്ചു, വളരെ സ്പെഷ്യൽ ആയ ഒരു അഡ്രസ് ഇനി വളാഞ്ചേരിയിൽ. MX വെഡിംഗ് സെന്റർ 22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Center, Valancheri, Pattambi, Kootanad, Koppam and Kecheri.